വയനാട് കൽപ്പറ്റയിൽ ശുദ്ധജല വിതരണം മുടങ്ങുന്നത് പതിവായി. നഗരസഭയിലെ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുമ്പോഴും വാട്ടർ അതോറിറ്റി നടപടിയെടുക്കുന്നില്ല. പഴയ പൈപ്പുകൾ മാറ്റാൻ ദേശീയപാത അതോറിറ്റി അനുമതി നൽകുന്നില്ലെന്നും പരാതി ഉയർന്നുകഴിഞ്ഞു. കുടിവെള്ളക്ഷാമം രൂക്ഷമായി നിലനിൽക്കുമ്പോഴാണ് പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നത്. കാരാപ്പുഴ കുടിവെള്ള പദ്ധതിയിൽ നിന്നും നഗരത്തിലേക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്ന പൈപ്പുകൾ പൊട്ടുന്നത് പതിവായതോടെ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടുന്നു. 65 കോടി രൂപ ചെലവഴിച്ച് കാരാപ്പുഴ കുടിവെള്ള പദ്ധതി 1.5 വർഷം മുമ്പാണ് കമ്മീഷൻ ചെയ്തത്. എന്നാൽ പഴയ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാതെ കണക്ഷൻ നൽകിയതാണ് പൈപ്പുകൾ പൊട്ടാൻ കാരണം. വെള്ളം പൊട്ടിയൊഴുകുന്നത് റോഡുകളുടെ തകർച്ചയ്ക്കും കാരണമാകുന്നു. വാട്ടർ അതോറിറ്റി അനാസ്ഥ പുലർത്തുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വാട്ടർ അതോറിറ്റി, മുനിസിപ്പാലിറ്റി എല്ലാവരെയും അറിയിച്ചുകൊണ്ടിരിക്കുക, ഒരു പരിഹാരവും ഇല്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ചാലൊന്ന് നന്നാക്കി തരുന്നുണ്ട് മുനിസിപ്പാലിറ്റി, മറ്റത് വാട്ടർ അതോറിറ്റിയാണ്. ഒരു ദിവസം 10,000 കണക്കിന് വെള്ളമാണ് ഇതിൽ ഒഴുകി പോകുന്നത്. ഇതിൻ്റെ ബാക്കിലുള്ള ആൾക്കാർക്കൊന്നും കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല. ഈ പൈപ്പ് പൊട്ടിയത് കാരണം മേലോട്ടൊന്നും വെള്ളം കയറുന്നില്ല. നഗരത്തിലെ പഴയ പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കാൻ 10.5 കോടി രൂപയുടെ പദ്ധതിക്ക് രൂപം നൽകിയതായി വാട്ടർ അതോറിറ്റി വ്യക്തമാക്കുന്നു. ദേശീയപാത അതോറിറ്റി പൈപ്പിടാൻ അനുമതി നൽകാത്തതാണ് പ്രവൃത്തികൾ മുടങ്ങാൻ കാരണം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നാണ് നഗരവാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 വയനാട്.